നമ്മൾ ഇതുവരെ ചെയ്ത സ്റ്റഡി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺഡാംപ്ഡ് ഓസിലേഷൻസ് ആയിരുന്നു. അൺഡാംപ്ഡ് ഓസിലേഷൻസ് അല്ലേ, എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഒരു ഓസിലേറ്റർ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും, എന്ന് വെച്ചാൽ മീഡിയത്തിൻ്റെ എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച് ചെയ്തായിരുന്നു ഡാംപ്ഡ് ഓസിലേറ്റർ ആയിരുന്നു. അതായത് നമ്മൾ ആ മീഡിയത്തിൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും അല്ലേ, സിസ്റ്റത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തായിരിക്കും വരുന്നത്. അതാണ് ഡാംപ്ഡ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഫോഴ്സ്ഡ് ഓസിലേറ്റർ ആണ്. ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അത് ഡാമ്പ് ചെയ്യുന്ന അനുസരിച്ച് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ആംപ്ലിറ്റ്യൂഡ് കുറയത്തില്ല, ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊഞ്ഞാലാടുന്ന സമയത്തല്ലേ, ഒന്നെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, തറയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ വെളിയിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓസിലേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ, കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ തിയറി എങ്ങനെയാണ്, അതിൻ്റെ തിയറി എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യും, ഓസിലേഷൻ നടക്കണമെങ്കിൽ. സോ നമുക്ക് തന്നെ KX എന്ന് എഴുതാം. പിന്നെ ഉള്ളത് ഡാമ്പിങ് ഫോഴ്സ് ആണ്, ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്. ദറ്റ് ഈസ് മൈനസ് ഗാമ വി വിച്ച് ഈസ് മൈനസ് ഗാമ dx/dt. ദെൻ ആ ഡാമ്പിങ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദറ്റ് ഈസ് കാൾഡ് ദ എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ് വിച്ച് ഈസ് F0 sin PT. അപ്പോൾ F0 എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ദെൻ P എന്ന് പറയുന്നത് എന്താ, P എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയാണ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ മൂന്ന് ഫോഴ്സസ് ആണ് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എഴുതാം. റിസൾട്ടൻ്റ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു മൈനസ് KX മൈനസ് ഗാമ വി പ്ലസ് F0 സൈൻ PT. ഇനി നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഫോഴ്സ് ആയിട്ടല്ല, പിന്നെ നോക്കിയ സൈൻ എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷൻ അവിടെ കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ, ആ ഫോഴ്സ് എന്ത് ചെയ്യും, പീരിയോഡിക്കലി ഇങ്ങനെ വേരി ചെയ്യും അല്ലേ, പീരിയോഡിക്കലി വേരി ചെയ്യുന്ന ഫോഴ്സാണ് നമ്മളവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഓസിലേഷൻ എന്ത് ചെയ്യാൻ പറ്റൂ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എഫിനെ നമുക്ക് m × d2x/dt² എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ dx/dt മൈനസ് KX പ്ലസ് F0 സൈൻ PT. ഇത് നമ്മുടെ ഇക്വേഷന് മൈനസ് ഉള്ള ടേംസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ m d2x/dt² പ്ലസ് dx/dt പ്ലസ് KX is equal to F0 സൈൻ PT. നമ്മുടെ ടേംസിനെ m വച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. d2x/dt² പ്ലസ് ഗാമ/m dx/dt പ്ലസ് k/m(x) is equal to F0/m സൈൻ PT. നമുക്കറിയാം ഗാമ/m നമ്മൾ 2c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, k/m ω02 എന്ന് കൊടുക്കും, പിന്നെ F0/m നമ്മൾ സ്മോൾ f0 എന്ന് കൊടുക്കും. സോ d2x/dt² പ്ലസ് 2c dx/dt plus ω02x is equal to F0 sin PT. Equation number 1. So this equation is called differential equation of forced oscillations. Forced oscillations in the differential equation ആണ് d2x/dt² plus 2c dx/dt plus ω02x is equal to F0 sin PT എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത ഇതൊരു നോൺ ഹോമോജീനിയസ് ഇക്വേഷനാണ്. നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. നോൺ ഹോമോജീനിയസ് എന്ന് വെച്ചാൽ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 വരാത്തതാണ്. 0 വരുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം, ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ദറ്റ് ഈസ് കാൾഡ്
ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? നോൺ ഹോമോജീനിയസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് രണ്ട് സൊല്യൂഷൻസ് കാണും. ഒന്ന് കോംപ്ലിമെൻ്ററി ഫങ്ഷൻ എന്ന് പറയുന്നൊരു സൊല്യൂഷനും കാണും. അതുപോലെ പർട്ടിക്കുലർ ഫങ്ഷൻ എന്ന് പറയുന്നൊരു സൊല്യൂഷനും കാണും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് അതിൻ്റെ കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്ന ടോട്ടൽ സൊല്യൂഷൻ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? is a combination of complementary function and particular function. ഇനി കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതണം. ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതാന്ന് വെച്ചാൽ ഈക്വൽ ടു 0 എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നോൺ ഹോമോജീനിയസിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് d²x/dt² പ്ലസ് 2c dx/dt പ്ലസ് ω0x is equal to ω02x is equal to 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ, മുകളിലുള്ള നോൺ ഹോമോജീനിയസിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ 3 ഫങ്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്ന അല്ലേ? 3 ഓവർ ഡാംഡും ക്രിട്ടിക്കൽ ഡാംഡ് അണ്ടർ ഡാംഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ അണ്ടർ ഡാംഡ് കണ്ടീഷനുള്ള തിയറിയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയായിരുന്നു. ഇറ്റ് ഈസ് a0 e⁻⁻ sin ωt പ്ലസ് 5 എന്നായിരുന്നു അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇതാണ് നമ്മളീ പറഞ്ഞ കോംപ്ലിമെൻ്ററി ഫങ്ഷൻ എന്ന് പറയുന്ന സൊല്യൂഷൻ അല്ലേ? അപ്പോൾ കോംപ്ലിമെൻ്ററി ഫങ്ഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പർട്ടിക്കുലർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. പർട്ടിക്കുലർ ഫംഗ്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പർട്ടിക്കുലർ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. സോ പർട്ടിക്കുലർ ഫംഗ്ഷൻ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഫോഴ്സ്ഡ് ഓസിലേറ്ററിൻ്റെ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഞാൻ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു. ഇറ്റ് ഈസ് എ സൈൻ pt മൈനസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്, എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്, പി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയാണ്. ഇനി ഇതിനകത്ത് എ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത്. കാരണം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ആ സിസ്റ്റത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് എങ്ങനെ ചേഞ്ച് വരുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? a0 e⁻⁻ ആയിരിക്കും. സോ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡിന് എന്ത് വ്യത്യാസം വരും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് dx/dtയുടെ വാല്യൂ വേണം, d²x/dt²ൻ്റെയൊക്കെ വാല്യൂ വേണം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. dx/dt is equal to a cos pt മൈനസ് തീറ്റ ഇൻറ്റു പി വരും അല്ലേ? പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ദെൻ d²x/dt² is equal to a p. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനാണ്. സോ മൈനസ് സൈൻ pt മൈനസ് തീറ്റ വീണ്ടും പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ പി എന്താവും? p² ആവും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. d²x/dt² പ്ലസ് 2c dx/dt പ്ലസ് ω02x is equal to f0 sin pt. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് എ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് 2c എ പി കോസ് പി ടി മൈനസ് തീറ്റ പ്ലസ് ω02 a sin pt minus theta which is equal to f0 sin pt. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ രണ്ട് ടേമിനകത്ത് സൈൻ പി ടി വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ടേംസ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ പോസിറ്റീവ് ടേം ഞാൻ ആദ്യം എഴുതുകയാണ്. ദെൻ രണ്ടിലും എ ഉണ്ടായതുകൊണ്ട് എ കോമൺ ആണ്. പോസിറ്റീവ് ടേം ഇതാണല്ലോ. സോ ω02 മൈനസ് പി സ്ക്വയർ ഇൻറ്റു സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് ഇതൊരു ടൈമേ ഉള്ളൂ 2c a p
cos pt minus theta is equal to f0 sin pt ആണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി ടി മൈനസ് തീറ്റയാണ് അല്ലേ. പക്ഷെ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഏതാണ്? പി ടി ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് സെയിം ആക്കാൻ വേണ്ടി ഞാൻ ഈ പി ടി എങ്ങനെ എഴുതാൻ പോവുകയാണ്? f0 sin പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ. എങ്ങനെ എഴുതുന്ന? പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ എന്നാണ് എഴുതുന്നത്. സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ. സോ ആഡ് ചെയ്യുമ്പോൾ പി ടി തന്നെയല്ലേ വരുന്നത്. ഇനി ഈ പി ടി മൈനസ് തീറ്റയെ നമ്മൾ എ എന്ന് കൺസിഡർ ചെയ്യുകയാണ്, സൈൻ തീറ്റയെ ബി എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് ഏത് ഫോമായി? വീണ്ടും സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമായി. സോ സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിനെ എക്സ്പാൻഡ് ചെയ്യണം. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൈൻ പി ടി മൈനസ് തീറ്റയും കോസ് പി ടി മൈനസ് തീറ്റ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും സെയിം ഫംഗ്ഷൻസ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എഴുതാം ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് 2CAP കോസ് പി ടി മൈനസ് തീറ്റ is equal to f0 sin a പ്ലസ് കോസ് ബി. എന്താണ്? സൈൻ എ പ്ലസ് ബി അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ നോക്കിയേ, സൈൻ പി ടി മൈനസ് തീറ്റയുടെ ഫംഗ്ഷൻ വരുന്നുണ്ടല്ലോ, അതുപോലെ ഇവിടെയും കോസ് പി ടി മൈനസ് തീറ്റയുടെ ഫംഗ്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ സെയിം ഫംഗ്ഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സൈൻ പി ടി മൈനസ് തീറ്റ ഇക്വേറ്റ് ചെയ്താൽ എ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെയാണെങ്കിൽ എന്ത് വരും? f0 കോസ് തീറ്റ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2. രണ്ടാമത്തെ ടൈമിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2CAP ഇസ് ഈക്വൽ ടു f0. ഇതാണ് നമ്മുടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. രണ്ടിൻ്റെയും നമ്മൾ സൈൻ പി ടി മൈനസ് തീറ്റയുടെ ഫംഗ്ഷൻസ് ഇക്വേറ്റ് ചെയ്യുന്നു, അതുപോലെ കോസ് പി ടി മൈനസ് തീറ്റയുടെ ഫംഗ്ഷൻസും ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് വാല്യൂസ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസും കണ്ടുപിടിക്കാം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും കൂടെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം അല്ലേ. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ചെയ്യണം. ഇനി ഫേസ് ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 2 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എ കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ implies a സ്ക്വയർ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 4c സ്ക്വയർ എ സ്ക്വയർ പി സ്ക്വയർ ആവും. റൈറ്റ് സൈഡിലെ f0 സ്ക്വയർ കോമൺ ആണ്. ഇതിന് അടുത്ത് വരുന്ന ടൈം എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ്, അത് 1 ആണ്. സോ ഇങ്ങനെയാണ് വരുന്നത്. ഈ രണ്ടിലും കോമൺ ആയിട്ട് എ സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ ഇങ്ങ് വെളി വന്നു കഴിഞ്ഞാൽ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4c സ്ക്വയർ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു f0 സ്ക്വയർ. Therefore a square is equal to f0 square divided by omega 0 square minus p square whole square plus 4c square p square. Therefore a is equal to root എടുക്കണം അല്ലേ. So f0 square f0 ആയി, then root of omega 0 square minus p square plus 4c square p square. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് അല്ലേ, നമുക്ക് കണ്ടുപിടിച്ച ആംപ്ലിറ്റ്യൂഡ് ടേം. ഇനി ഫേസും കൂടെ പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. അപ്പോൾ ഫേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതെന്ത് കിട്ടും? അപ്പോൾ ഇക്വേഷൻ 3/2 ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ സൈൻ തീറ്റ f0 ക്യാൻസലായി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ടാൻ തീറ്റ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 2CAP divided by a omega 0 square minus p square. Therefore tan theta is equal to a cancel ആയിപ്പോയിട്ട് 2CP by omega 0 square minus p square.
സോ ടാൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ആംപ്ലിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി, തീറ്റയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് എന്താ ചെയ്യുന്നത്, നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ല എങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും അല്ലേ. പക്ഷേ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്, F0യെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് അല്ലേ, ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡും അതിൻ്റെ ഫ്രീക്വൻസിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഇതിരിക്കുന്നത് അല്ലേ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. എന്ന് വെച്ചാൽ അത് 0 ആകുന്നില്ല, ദെൻ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂവിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് പറ്റും എന്നാണ് ആ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ പറയുന്നത്. സോ നമുക്ക് ആംപ്ലിറ്റ്യൂഡും കിട്ടി അല്ലേ. എങ്കിൽ അതിൻ്റെ ടോട്ടൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം, x is equal to കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ a0 e raised to minus ct sin omega t പ്ലസ് 5 അല്ലേ, സൈൻ പ്ലസ് നമ്മുടെ പർട്ടിക്കുലർ ഫംഗ്ഷൻ a sin pt minus theta. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതൊരു ഡാമ്പിങ്ങിൻ്റെ ടേമാണ് അല്ലേ, ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് വരുന്ന ടേമാണ്. അതിനകത്ത് എന്താ പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് a0 e raised to minus ct ആണ് അല്ലേ. ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇതാണെങ്കിൽ ഇത് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള കേസാണ്. അപ്പോൾ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് F0 ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4c സ്ക്വയർ പി സ്ക്വയർ. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആകുന്നില്ല, പകരം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അപ്ലൈഡ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0 ആവില്ല എന്നാണ് അതിൻ്റെ മീനിങ്.